പിള്ളേരൊക്കെ കേൾക്കുന്നുണ്ട്. പിള്ളേരെ നിങ്ങൾ കേട്ടോളേ, നിങ്ങളുടെ അമ്മയെ പറ്റിയിട്ട് ഇപ്പം പറയുന്നത്. ആക്ച്വലി കുറെ ആൾക്കാർ കൂടെ അറിയാത്തൊരു കാര്യമാണ്, രജിത സെറ്റിൽഡ് തന്നെ ഗുജറാത്താണ്. കേരളത്തിലെ കുട്ടിയല്ല അവിടെ, ഗുജറാത്തിലാണ്, അഹമ്മദാബാദിലാണ് ജനിച്ചു വന്നത്. അപ്പൊ ഞാനവിടെ ജോലിയായിരുന്നു ഗുജറാത്തിൽ, അഹമ്മദാബാദിൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ബിസിനസ് ചെയ്ത് അങ്ങനെ വലിയൊരു നിലനിന്നായിട്ട് ഒരു പൊട്ടിപ്പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിനെയാണ് അവളെ അച്ഛൻ കല്യാണം കഴിച്ച് തന്നത്, എനിക്ക് തന്നത്. പക്ഷെ ഞാൻ അവിടെ നിന്ന് വിട്ടു പോന്നിട്ടും ഞാനത് എനിക്ക് എപ്പോഴും നാട്ടിൽ നിൽക്കാൻ ഇഷ്ടം. പണ്ട് തൊട്ട് നാട്ടിൽ വരണം, ബിസിനസ് ആയിട്ട് എന്തെങ്കിലും ആയിട്ടും നാട്ടിൽ വന്നിട്ട് ഒന്നും നിൽക്കാൻ പറ്റില്ല. ബിസിനസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ്. അപ്പൊ ഗവൺമെന്റ് ജോലി വിട്ടിട്ട് നേരിട്ട് നാട്ടിൽ വന്നാൽ ഞാൻ ആരും സമ്മതിക്കില്ല, വീട്ടിലായാലും ആരും സമ്മതിക്കില്ല. അപ്പൊ നേരെ ഗൾഫിൽ പോയി. അപ്പൊ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രജിതയാണ്. ഒരു മലയാളി അല്ലാത്ത കുട്ടി, എനിക്ക് ഒരു മിനിറ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട്, അച്ഛനമ്മമാര് മലയാളിയാണ്? അത് ശരി. നമ്മൾ ഈ വിവാഹത്തിന് മുമ്പ് കേരളത്തിലേ വന്നിട്ടില്ലേ? വെക്കേഷന് വരും. ആണോ? അത് ശരി. ആണോ? വേങ്ങണ്ടീര? അത് ശരി. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ അതൊരു ഇതാണ്. നമ്മളിപ്പോ ഗുജറാത്തല്ലേ പറഞ്ഞത്, അഹമ്മദാബാദില്. അപ്പൊ ഞാൻ വെളിയിൽ നിന്നൊക്കെ പഠിച്ചു. ഇപ്പൊ പക്ഷെ നല്ലപോലെ മലയാളം പഠിച്ചു. കൂടാതെ ഇവിടെ ഒരു ഫാമിലി ഇപ്പൊ വർക്ക് ചെയ്യുന്നു അല്ലെ? വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോ അത്യാവശ്യം മലയാളം കൈകാര്യം ചെയ്യാനൊക്കെ പഠിച്ചതല്ലേ? ചില പ്രത്യേക ഒരു കഴിവുകളാണ് ചിലർക്ക്. ചില അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഇതായിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും നല്ല പോയിന്റ്സ് ആയി പറയുന്നത്. കൈയടി കൊടുക്കും എല്ലാരും. ഗൾഫിൽ നിന്ന് ഞാൻ തിരിച്ച് എനിക്ക് അവിടെ ഗൾഫിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോയത്, നാട്ടിലേക്ക് എത്തണം. അതിനൊരു വഴിയായിട്ടാണ് ഞാൻ ഗൾഫിൽ പോയത്. ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ അപ്പൊ പറഞ്ഞു ഞാൻ വരാൻ പോണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ജോലി ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോ ജോലി കിട്ടില്ല എന്ന് വരും ഞാൻ പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അനിയത്തിന്റെ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അന്ന് ഗൾഫിൽ പോകണമെന്ന് ഗുജറാത്തിലായിരുന്നു. എനിക്ക് സ്വന്തം വീടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ വിറ്റു. പിന്നെയാണ് ഇവിടെ വന്നതിന് ശേഷമാണ് വിറ്റത്. അപ്പൊ എന്റെ എന്ത് കാര്യത്തിനനുസരിച്ച് എന്ത് കാര്യത്തിലും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രജിതയാണ്. പിന്നെ മറ്റുള്ള ഞാൻ എല്ലാവരും പറയില്ല, പൊതുവെ കാണുന്ന സ്ത്രീകൾക്കുള്ള അയലോകത്ത് പോയിട്ട് മാത്രം പറയാൻ കുറ്റം പറയാൻ കുശിപ്പ് പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതവരെ ഉണ്ടായിട്ടില്ല. അതിന് നിങ്ങളൊരു കാര്യം കേരളത്തിലുള്ളവർ തെറ്റിദ്ധരിക്കേണ്ട, അത് ഗുജറാത്തിലെ സ്വഭാവമാണെന്ന്. അവിടെയും ഇങ്ങനൊക്കെ പറയുന്ന ആളുകളുണ്ട് കേട്ടോ. അത് സാത്വികത്തിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലെ? അത് ഈ പറഞ്ഞ പോലെ അത് നല്ലൊരു. അപ്പൊ ഒരു ഗുജറാത്തിന്ന് തെരഞ്ഞെടുത്ത് പിടിച്ച് കിട്ടിയ ഒരു കുട്ടി, സാത്വികമായ ഒരു കുട്ടിയെ കിട്ടിയല്ലോ എന്നതാണ് ഇവിടെ സവിശേഷമായ സംഗതി. നല്ല കാര്യം. ഒരു കൈയടി, എല്ലാവരും കൈയടി കൊടുക്കും. അപ്പൊ മോനിക്ക് എത്രയായി? 3-4 പറഞ്ഞു തോന്നുന്നു. പക്ഷെ എന്തായാലും ഒരു എക്സ്ട്രാ ഇന്നത്തെ ബർത്ത്ഡേ ഗേളിന്റെ കാര്യം ആയതുകൊണ്ട് ഒരു 2 എക്സ്ട്രാ പറയാം, കൂടുതൽ പറയാൻ തരാം. രജിത ഒരു കുഴപ്പമില്ലാത്ത ഫിനാൻഷ്യൽ ഇതിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളിപ്പോ എന്റെ ബിസിനസ് കാര്യങ്ങളൊന്നും അത്ര വിചാരിച്ച പോലെ ഒന്നും പോയില്ല. എന്തിന് ഞാനായാലും എനിക്ക് വിഷമമൊന്നുമില്ല. നമ്മള് ഓൾറെഡി ഈ രീതി ഇപ്പൊ ആത്മീയതയ്ക്ക് വന്നപ്പോ ഞാൻ എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ളതും, ഞാൻ ഗുജറാത്തിൽ നിന്ന് എന്താണ് ഇവിടേക്ക് എത്താൻ കാരണം എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി എന്താണെന്നുള്ളത്. അല്ലെ എത്തിച്ചതാണ് ഇവിടേക്ക്. അല്ലെ ഞാൻ ഇവിടേക്ക് വന്നിട്ട് ഞാൻ ആത്മീയതയ്ക്ക് എത്തില്ല. ഒരു 3.5 വർഷമായിട്ട് ഞാൻ അതിന് മുന്നേ ഇവിടെ നാട്ടിലുള്ള മലയാളീസ്, കോമൺ മലയാളീസ് പോലെ വെള്ളടി എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 3.5 വർഷം മുന്നാണ് ഞാൻ ഇതൊക്കെ ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളിലും. അപ്പൊ അതിലൊക്കെ രജിതയുടെ പങ്ക് വലിയൊരു പങ്കാണ്. വലിയ കൈയടി കൊടുക്കും. പിന്നെ ഇവരൊക്കെ വിചാരിക്കുന്ന രീതിയിൽ എനിക്ക് ഫിനാൻഷ്യൽ ഉണ്ടല്ലോ, പ്രശ്നങ്ങളുണ്ടാവും, വീട്ടില് പ്രശ്നങ്ങളുണ്ടാവും. അല്ലാതെ വെള്ളങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാല് ഇപ്പൊ ബോട്ടൊക്കെ പണി വെച്ചിട്ട് വന്നു കഴിഞ്ഞാല്
എന്തായാലും തലേന്ന് ഇരിക്കില്ല, വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഇവിടെ എൻ്റെ അമ്മ പോലും എനിക്ക് എന്താ പ്രശ്നം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇതുവരെ എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല. അപ്പൊ മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ള ഇത് ഒരു ഭർത്താവിനെ എങ്ങനെ കൺവിൻസ്, അതായത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന പ്രേംജി ഒരു കാര്യം മനസ്സിലാക്കി, സാധാരണ വീടുകളിലെ ഭാര്യമാരെ പോലെ അല്ല എന്റെ ഭാര്യ എന്നാണ് മനസ്സിലാക്കിയത് അല്ലെ. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു മാലാര വെള്ളം കൊണ്ട് പണയം വെക്കേണ്ടി വന്നാൽ അത് ആ പണം കൈ കിട്ടിയ അവർ വീടെത്തുമ്പോഴത്തേക്ക് പിന്നെ അവിടെ പലതരത്തിലുള്ള സ്വഭാവങ്ങളും സംസാരവും ഒക്കെ കേൾക്കേണ്ടി സഹിക്കേണ്ടി ഒക്കെ വരും. അതൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ രജിത വളരെ ഒരു കോമ്പാക്റ്റായ രീതിയിൽ തന്നെയാണ് കുടുംബ ബന്ധത്തെ കൊണ്ടുപോയെന്നാണ് നമ്മൾ അതിൽ മനസ്സിലാക്കുന്നത്. അതിന് വലിയ കൈവരിയാണ് കൊണ്ടുവരുന്നത്. പിന്നെ എൻ്റെ അമ്മ ഇപ്പൊ വയസ്സായി, 89 വയസ്സായി. ഇപ്പൊ വീട് കാലൊടിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞു. അമ്മക്ക് ഇപ്പൊ ഞങ്ങള് 4 ആൺപിള്ളേർ, ഒരാൾ മരിച്ചു, പിന്നെ ഒരു പെൺകുട്ടിയാണ്. ചേച്ചി ചേച്ചിയാണ് ഏറ്റവും താഴെ ഞാനാണ്. ചേച്ചി ഇപ്പൊ കാനഡയിലാണ്, മോൻ കാനഡയിലാണ്. അപ്പൊ അവരവിടെയാണ്. സാധാരണ അമ്മ പോലും ആളെ വിളിക്കുന്നുണ്ട്, ഇത് വായോ എന്നെക്കാളും കൂടുതൽ ബോണ്ടിങ് രജിത. അപ്പൊ ചേച്ചി എന്നെ പറഞ്ഞു, ചേച്ചി വരണ്ടപ്പോ ഞാനുണ്ടല്ലോ ഇവിടെ, ഞാൻ നോക്കിക്കോളാം എന്നല്ല. അപ്പൊ ഇതെങ്കിലൊക്കെ മരുമകളല്ല, മകളാണ്. മകളായിട്ട് കൈയടി ഇങ്ങനെയൊക്കെ ഒരു വരന് കിട്ടാൻ ചെയ്തിട്ടില്ലെന്നല്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇതുപോലെ തന്നെ ഈ പ്രേംജിയിൽ നിന്നും കുറെ ഗുണങ്ങൾ രജിതയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അത് അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കലും മേടിക്കലും ഒക്കെ തന്നെയല്ല ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഒരു കുടുംബം നല്ല രീതിയിൽ പോകുന്നെങ്കിൽ അതൊക്കെ ഈ പറഞ്ഞ പോലെ എന്തായാലും പ്രേംജിയുടെ ഭാഗത്ത് പ്രേംജി ഈ പറഞ്ഞ പോലെ സാമ്പത്തികത്തിന് ഓവർ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സാത്വികത്തിന്റെ ഒരു ലക്ഷണമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കോമ്പാക്ട് ജീവിത രീതിയിൽ എല്ലാത്തിനും തുല്യ പ്രാധാന്യം കൊടുത്താലേ ഒരു കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്തായാലും നല്ല ബാലൻസ്ഡ് ആയിട്ട് ജീവിതം കൊണ്ടുപോകാൻ പഠിക്കണം. അതില് രജിത നല്ല സപ്പോർട്ടീവാണ്. അപ്പൊ നിങ്ങൾ എല്ലാം ഇനി വേണ്ട രീതിയിൽ ഐശ്വര്യം ഗുണങ്ങളും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. കാരണം മക്കളിപ്പോ ഏതാണ്ട് ഒരു പരിവായി, ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇതുവരെ നല്ല രീതിയിൽ തന്നെയാണ് വന്നത്. എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഐശ്വര്യവും ഗുണവും ഉണ്ടാവട്ടെ. അത് മോൾക്ക് ഞാൻ പ്രത്യേകമായിട്ട് ഇന്നത്തെ ഈ ജന്മദിന ആശംസകൾ മോൾക്ക് മോൻ. അതുപോലെ ഞാനിപ്പം കഴിഞ്ഞു നമ്മൾ ഇന്നത്തെ ഞാനിവിടെ പറയാണ്. പ്രേംജിക്ക് ഇനിയും കുറെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ ഇനിയും അവസരം തരാം. ഞാൻ പറഞ്ഞത് ഹൃദയം തുറന്നിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയാനുള്ള ഒരു ഇത് കാണിച്ചില്ലേ ഇപ്പൊ വിജയം. ഇവിടെ തുറന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ പബ്ലിക്കിന്റെ മുന്നേ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ തന്നെ ചില വീഴ്ചകളും പോരായ്മകളും പറയാണ്. ഭാര്യ എങ്ങനെയാണ്, ഇത്രയും ഗുണങ്ങളുണ്ട് എന്ന രീതിയിൽ ആ ഒരു പറയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ അങ്ങനെ ബന്ധം ആണെന്ന് തെളിയിക്കുന്നത്. അതുപോലെ ഒരു ബന്ധമില്ല, ബാഹ്യത്തിൽ മാത്രം. നമ്മളുടെയൊക്കെ ഇടയിൽ നമ്മൾ സമൂഹത്തിൽ കാണുന്ന പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ അവർ മറ്റുള്ളവരുടെ മുമ്പേ ഒരു മുഖംമൂടി ധരിച്ചിട്ട് പോകുന്ന പോലെയാണ് അല്ലെ. ആത്മബന്ധം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കാൻ പറ്റും അവർക്ക്. അതല്ല വേണ്ടത്. ഇവിടെ ഇതൊക്കെ ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നമ്മൾ എല്ലാവരുടെയും കാര്യത്തിൽ ഇപ്പൊ കേട്ടത്. അതെന്താണ്? കാരണം അവരുടെ ഇടയിൽ ആ ബന്ധം, ആത്മബന്ധം, ഇത് തന്നെയാണ് ഒരു കുടുംബത്തിന്റെ വളരെ നടുത്തൂണെന്ന് പറഞ്ഞ ആ ആത്മബന്ധം. ഒരു കുടുംബത്തിൽ ഉണ്ടായ മക്കളും എല്ലാവരും വേണ്ട രീതിയിൽ വളർന്നു വരും. അവരെ എങ്ങനെ നമ്മൾ നോക്കണം, അവരെ കുറിച്ചിട്ടൊന്നും കൂടുതൽ തലമുറക്കേണ്ട ഒന്നും ആവശ്യം വരില്ല. കാരണം അച്ഛനും അമ്മയും എങ്ങനെയാണ്, അവരുടെ ഇടയിൽ എങ്ങനെയാണ് ബന്ധം, അത് കണ്ടിട്ടാണ് മക്കൾ കണ്ടു വളരുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും മാതൃകാപരമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെയാണ് വരുന്നത്. വളരെ സവിശേഷമായ കാര്യമാണ്. നമുക്ക് ഇനിയും കൂടുതൽ ആളുകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ നമുക്ക് കേൾക്കാം. അപ്പൊ ഇന്നത്തെ പരിപാടി നമുക്കിവിടെ അവസാനിപ്പിക്കുകയാണ്. 2 വാക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ചെയ്യാൻ ഞാൻ ആരെയാണ് വിളിക്കേണ്ടത്? നിങ്ങൾ പറയുന്ന ആളെ വിളിക്കാം.